നമസ്കാരം. ഹരിതം സുന്ദരത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച എല്ലാ കർഷകർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. കാടകളാണ് ഇന്നത്തെ കഥയിലെ നായകർ. നമുക്കറിയാം, ചരിത്രത്തിലും ഇതിഹാസത്തിലും സ്ഥാനം പിടിച്ചവരാണ് കാടപ്പക്ഷികൾ. പ്രത്യേകിച്ചും ബൈബിളിൽ കാടകളുടെ സ്ഥാനം ഊന്നി പറയുന്നുണ്ട്. ചുരുങ്ങിയൊരു കാലം കൊണ്ട് ചുരുങ്ങിയ ഇടത്തു നിന്നും കൂടുതൽ ആദായം നൽകുന്ന പക്ഷികൾ എന്ന ഖ്യാതി കാടകൾക്ക് മാത്രം സ്വന്തമായതാണ്. കാടപ്പക്ഷികളുടെ പ്രജനനം, വളർത്തൽ, പരിപാലനം, കാടമുട്ടയുടെ വിപണനം, ഇറച്ചിയുടെ വിപണനം എന്നീ സാങ്കേതികതകൾ ഉൾപ്പെടുത്തിയാണ് ഇന്ന് ഹരിതസുന്ദരം തയ്യാറാക്കിയിരിക്കുന്നത്. കൊല്ലത്ത് കാട്ടിൽക്കടവിലുള്ള ഉണ്ണികൃഷ്ണൻ എന്ന കർഷകൻ്റെ ദേവി കോയിൽ ഫാമിൻ്റെ വിജയകഥയും ഹരിതസുന്ദരത്തിലുണ്ട്. കാണാം. കാടകൾ വിജയക്കൊടിയുമായി. കാട എന്ന രണ്ടക്ഷരം കർഷകരുടെ അന്നവും ആശ്രയവുമായിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു. കാട്ടിൽ മാത്രം വളരുന്ന കാടപ്പക്ഷികളെ വ്യാവസായികമായി മുന്നോട്ട് കൊണ്ടുവന്നതിൽ ജപ്പാൻകാരുടെ പങ്ക് വിശ്രുതമാണ്. ജാപ്പനീസ് കോയിൽ എന്നാണ് ഇന്നത്തെ വ്യാവസായിക കാടയെ അറിയപ്പെടുന്നത്. വ്യാവസായിക കാടയെ അന്നമാക്കിയ കർഷകർ ധാരാളമുണ്ട് കേരളത്തിൽ. അക്കൂട്ടരിൽ ഒരാളാണ് കൊല്ലത്ത് കാട്ടിൽക്കടവിലുള്ള ഉണ്ണികൃഷ്ണൻ. 3 പതിറ്റാണ്ട് പിന്നിടുന്നു ഉണ്ണികൃഷ്ണന് കാടയുമായുള്ള ബന്ധം. കേരള സർക്കാരിൻ്റെ ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ നിന്നാണ് ദേവി കോയിൽ ഫാമിലേക്ക് ആദ്യമായി കാടകൾ എത്തിയത്. അപ്പോഴേക്കും കാടകൾക്ക് വളരാൻ വേണ്ട സൗകര്യങ്ങളെല്ലാം വീട്ടുമുറ്റത്ത് ഉണ്ണികൃഷ്ണൻ ഒരുക്കിയിരുന്നു. വിശാലമായ ഷെഡുകൾ തന്നെയാണ് ഇതിനായി തീർത്തത്. അക്കാലത്തെ കാടവളർത്തലിലെ കേജ് രീതി പൂർണ്ണമായും മാറ്റി എന്നതാണ് ഉണ്ണികൃഷ്ണന്റെ വിജയം. 7 അടി നീളവും 3 അടി വീതിയും 1 അടി പൊക്കവുമുള്ള കൂട്ടിൽ 100 കാടപ്പക്ഷികൾ വളരും എന്നതായിരുന്നു അതുവരെയുള്ള കണക്ക്. കേജുകളിൽ തന്നെ വ്യത്യസ്തമായ കേജുകൾ പിന്നീടുണ്ടായി. മുകളിൽ നിന്ന് കാടവളം നേരിട്ട് താഴെ പതിക്കാത്ത രീതിയിൽ കാലിഫോർണിയൻ മാതൃകയിലുള്ള കൂടുകൾ, അങ്ങനെയൊക്കെ വിവിധ മാതൃകകൾ നീണ്ടുപോയി. എന്നാൽ അതിനെയെല്ലാം ഒഴിവാക്കി നൈസർഗികമായ ഒരന്തരീക്ഷം കാടകൾക്ക് ഒരുക്കിക്കൊടുത്തു എന്നതാണ് ദേവി കോയിൽ ഫാമിൻ്റെ വിജയം. ഡീപ് ലിറ്റർ രീതി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പരീക്ഷിച്ചത്. കാടകൾക്ക് വിശ്രമിക്കാനായി തറവിരി ഒരുക്കി അവരെ വളർത്തുക. യഥേഷ്ടം ഓടി നടക്കുവാനും അല്പമൊക്കെ ചാടി നടക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കാടകൾക്ക് നൽകുക. നൈസർഗികമായ ഈ വിരുതിൽ കാടകൾ പ്രകടനത്തിൽ മുന്നിലെത്തും എന്ന് ഉണ്ണികൃഷ്ണന് മനസ്സിലായി. കാടകളാകട്ടെ അത് തെറ്റിച്ചുമില്ല. കോഴി വളർത്തലുമായി താരതമ്യം ചെയ്യുമ്പോൾ കാടവളർത്തലിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒന്നാമതായി, ഒരു കോഴിയെ വളർത്തേണ്ട ഇടത്ത് 5 കാടകളെയെങ്കിലും വളർത്താം. കോഴികളെ ബാധിക്കുന്ന രക്താതിസാരം, വസന്ത തുടങ്ങിയ രോഗങ്ങളൊന്നും കാടകൾക്ക് ഏശാറേയില്ല. അതുകൊണ്ട് തന്നെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് നടത്തുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളൊന്നും തന്നെ കാടകൾക്ക് ആവശ്യമില്ല. കോഴിമുട്ടയേക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് കാടമുട്ട. കോഴിമുട്ടയേക്കാൾ 8 അമിനോ അമ്ലങ്ങളെങ്കിലും കാടമുട്ടയിൽ കൂടുതലുണ്ട്. കാടകൾ വൈകുന്നേരമാണ് മുട്ടകളിടുന്നത് എന്ന ഒരു അനുഗ്രഹവുമുണ്ട്. വൈകുന്നേരം ഏതാണ്ട് 4 മണിക്ക് തുടങ്ങി അങ്ങനെ അത് നീണ്ടു പോകും. അനുക്രമമായി വികസിപ്പിക്കുന്ന ഒരു മുട്ടയിടൽ പ്രക്രിയയാണ് കാടകൾക്കുള്ളത്. ഒരു ബാച്ചോളം കാടകൾ വൈകിട്ട് 4 മണിക്ക് മുട്ടയിട്ടാൽ പിന്നീട് ആ സമയം അല്പം നീട്ടി അടുത്ത ദിവസം അവർ മുട്ടകളിടും. മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്നവർക്ക് പോലും ഉപതൊഴിലായി സ്വീകരിക്കാവുന്ന ഒരു മേഖലയാണ് കാടവളർത്തൽ എന്ന് കാടകൾ തന്നെ അങ്ങനെ സ്വയം വിളംബരം ചെയ്യും. വളർത്തുകോഴികൾക്ക് നൽകേണ്ട അത്രയും തീറ്റ കാടകൾ ആവശ്യപ്പെടുത്തില്ല. പ്രതിദിനം 25 മുതൽ 30 ഗ്രാമോളം തീറ്റകൾ മതി കാടകൾക്ക് എന്ന മേന്മയുണ്ട്. പകൽ വെളിച്ചവും ആവശ്യത്തിന് രാത്രി വെളിച്ചവും ഒക്കെ ചേരുമ്പോൾ കാടകൾ സ്വയം മുട്ടകളിട്ടുകൊള്ളും. പൊതുവെ വ്യാവസായികമായി കാടകൾക്ക് ചില കണക്കുകളുണ്ട്. ഹാച്ചറിയിൽ നിന്നും വിരിഞ്ഞിറങ്ങുന്ന കാടകളെ 3 ആഴ്ചയെങ്കിലും വളർത്തിയ ശേഷമാണ് വിപണനത്തിന് തയ്യാറാക്കാറ്. കാടകൾക്കും കോഴികളെപ്പോലെ തന്നെ ചില പ്രജനന കൂട്ടങ്ങളുണ്ട്.
3 പിടക്കാടയ്ക്ക് 2 പൂവൻകാട എന്നതാണ് ഒരു ജോഡി കണക്ക്. പൂവനയിട്ട് ഏതാണ്ട് 3-ാം ദിവസം മുതൽ തന്നെ കൊത്തുമുട്ടകൾ ശേഖരിക്കാം. കൊത്തുമുട്ടകൾ 15 ദിവസത്തോളം സെറ്ററിലും തുടർന്ന് ഹാച്ചറിലും ഇരിക്കുന്നതോടെ 18-ാം ദിവസം വിരിഞ്ഞു തുടങ്ങും. 3 ആഴ്ച വരെ വളർത്തി ഇത് കർഷകരുടെ കൈകളിൽ എത്തിക്കുകയാണ് ഹാച്ചറിയുടെ ജോലി. തുടർന്ന് 3 ആഴ്ച കൂടി വളർന്ന് 6-ാം ആഴ്ച അന്ത്യത്തോടെ മുട്ടകൾ കിട്ടിത്തുടങ്ങും. വ്യാവസായിക കാടകൾ 1 വർഷത്തോളം തുടർച്ചയായി മുട്ടകളിടും. കാടമുട്ടകൾക്കും ചില പ്രത്യേകതകളുണ്ട്. കോഴിമുട്ടകളെപ്പോലെ പൂർണ്ണമായും വെള്ള നിറമല്ല. ഇളം നീല നിറത്തിൽ അല്പം തവിട്ടും കറുപ്പും പുള്ളികൾ ചേർന്നതാണ് കാടമുട്ടയുടെ ഭംഗി. ആസ്മ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾക്ക് ഫലപ്രദമായ ഔഷധമാണ് കാടമുട്ട എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. 170 മുതൽ 180 ഗ്രാം വരെ ഭാരമുണ്ടാകും മുതിർന്ന കാടക്കോഴികൾക്ക്. എന്നാൽ മുട്ടയ്ക്കാകട്ടെ കേവലം 8 മുതൽ 12 ഗ്രാം വരെ ഭാരമേ ഉണ്ടാകൂ. വിപണിപ്രിയമുള്ള മുട്ടകളാണ് കാടകളുടേത്. കാടമുട്ട നന്നായി പാക്ക് ചെയ്ത് വിപണിയിലെത്തിച്ചാൽ അതിന് ആവശ്യക്കാരേറെ. ദേവി കോയിൽ ഫാം ഉടമ ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ഉണ്ണികൃഷ്ണൻ. നമസ്കാരം. ഈ ദേവി കോയിൽ ഫാം എന്നൊരു പേരിടാനുള്ളൊരു കാരണം എന്താ? എൻ്റെ മകളാണ് ദേവി. മകളെ ചെറുപ്പ സമയത്തുണ്ടായ വലിവ് ആസ്മാറ്റിക് ഉണ്ടായ വളരെ സിവിയറായിട്ടായിരുന്നു 6 മാസമായപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് നല്ലത് കാടമുട്ട നല്ലതാണെന്നുള്ള അഭിപ്രായത്തിൽ അത് അറിഞ്ഞതിന് ശേഷം കാടയെ പോയി ചെങ്ങന്നൂരിൽ നിന്നും വാങ്ങി. ആദ്യമായി ചെങ്ങന്നൂരാണ് കാട വന്നത്. ആ അറിവ് വെച്ചിട്ട് ചെങ്ങന്നൂർ പോയി 25 കാടയെ വാങ്ങിക്കൊണ്ട് വന്ന് അതിനെ വളർത്തി അതിൻ്റെ മുട്ട എൻ്റെ മകൾക്ക് കൊടുക്കുകയും ഒരു 3 മാസം കൊണ്ട് മകളുടെ അസുഖം നിശേഷം മാറി. 3 മാസം കൊണ്ട് നിശേഷം മാറി. ഈ കാട എത്ര നാൾ, അതായത് അതിൻ്റെ ഒരു 6 ആഴ്ച പരുവത്തിൽ മുട്ടയിട്ട് തുടങ്ങിയാൽ എത്ര നാൾ വരെ മുട്ട കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അത് നമ്മളതിന് 1 കൊല്ലമാണ് സാധാരണ ഇതിൽ പറയുന്നത്. പക്ഷേ 2-3 വർഷം തുടർച്ചയായി മുട്ടയിട്ട എനിക്ക് അനുഭവങ്ങളുണ്ട്. പക്ഷേ ടോട്ടൽ പെർസെൻറ്റേജിൽ ചില വേരിയേഷൻ ഒരു 6 മാസം മുതൽ വന്നുകൊണ്ടിരിക്കും. ആദ്യം നമുക്ക് 80 മുതൽ 90% വരെയൊക്കെ മുട്ട കിട്ടുമായിരുന്നെങ്കിലും പക്ഷേ അത് ഓരോ മാസം കഴിഞ്ഞനുസരിച്ച് കാലാവസ്ഥയുടെ ചില വ്യതിയാനങ്ങളനുസരിച്ച് മുട്ടയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കാടമുട്ടയുടെ യഥാർത്ഥ ആവശ്യക്കാർ ഏതാണ്? യഥാർത്ഥ വിപണി എവിടെയാണ്? ഇപ്പോൾ നമ്മളായിട്ട് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞാൽ കാവിലാരി കഴിക്കുന്നതിന് മുമ്പ് കാടമുട്ട കഴിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ട്. പലർക്കും വളരെ എനർജറ്റിക് ഫുഡാണ്. ഇത് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൊള്ളത്തില്ല, എനിക്ക് അതുകൊണ്ട് ഫലം ചെയ്തില്ല, ഫലം കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു ചുരുക്കമാണ്. പക്ഷേ 5-10 മുട്ടയല്ല റെഗുലറായിട്ട് ഈ യൂസ് ആ ആളുടെ ജീവിതത്തിൽ വാതപിത്ത കഫഹരം ജ്വരശമനം എന്നാണ് ആയുർവേദത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. കാട്ടിൽക്കടവിലെ ദേവി കോയിൽ ഫാമിൽ കാടകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ണികൃഷ്ണൻ ഒരുക്കി കഴിഞ്ഞു. കാടകൾക്ക് പാർക്കാൻ വിശാലമായ കൂടാരങ്ങൾ, കമ്പിവല കണ്ണികൾ കൊണ്ട് അതിർത്തി തീർത്ത് മുകളിൽ ഭദ്രമായി ഷീറ്റുകൾ വിരിച്ചാണ് ഓരോ കൂടാരങ്ങളുടെയും സൃഷ്ടി. വായു അനായാസേന കയറിയിറങ്ങുന്ന സംവിധാനങ്ങൾ വേണം. കാടക്കൂട്ടിലെ ഉഷ്ണവായുവും ഉച്ഛ്വാസവായുവുമൊക്കെ പുറന്തള്ളാൻ ഇതാണ് സംവിധാനം. കോഴികളിൽ നിന്ന് വ്യത്യസ്തമായി കാടകൾക്കും ചില പ്രത്യേകതകളുണ്ട്. ക്ലേശങ്ങൾ ഒട്ടും സഹിക്കുന്നവരല്ല കാടപ്പക്ഷികൾ. കാലാവസ്ഥയിൽ പൊടുന്നനെയുണ്ടാകുന്ന മാറ്റം, പുറത്തുനിന്നും വരുന്ന ശബ്ദങ്ങൾ, ക്ലേശഘടകങ്ങൾ ഇവയൊക്കെ കാടയുടെ മുട്ടയിടലിനെ ബാധിക്കും. അക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശാന്തസുന്ദരമായ സ്ഥലത്ത് വേണം കാടകൾക്കായി കൂട് പണിയുവാൻ. കാടത്തീറ്റയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. 6 ആഴ്ച വരെ ബ്രോയിലർ സ്റ്റാർട്ടർ തീറ്റയാണ് കാടയുടെ തീറ്റ. 6 ആഴ്ചയ്ക്ക് ശേഷം മുട്ടകൾ കിട്ടിത്തുടങ്ങിയാൽ കോയിൽ ലെയർ തീറ്റയിലേക്ക് മാറാം. ദിവസം 25 മുതൽ 30 ഗ്രാമോളം തീറ്റ വേണം. എപ്പോഴും തീറ്റ തിന്നാവുന്ന വിധത്തിൽ പാത്രങ്ങളിൽ തീറ്റ സജ്ജീകരിക്കണം. വെള്ളത്തിനായി പ്രത്യേക പാത്രങ്ങളും വേണം. ഒരിക്കൽ പോലും തീറ്റയ്ക്ക് മുടക്കം വരരുത്. അതൊക്കെയും മുട്ടകളെ ബാധിക്കും. ഇപ്പോൾ ഈ കാട വളർത്തൽ, അതായത് കൂടി വന്നാൽ 1 വർഷത്തേക്ക് മുട്ട കിട്ടുന്നു. അപ്പോൾ അത് തീർന്നു കഴിയുമ്പോൾ ഈ മുട്ട ഇട്ട് തീർന്ന കാടകളെ എന്താ ചെയ്യുക? ഇട്ട് വരുന്ന കാടകളെ ഇറച്ചിക്കായിട്ട് കൊടുക്കും. അതും ഇടയ്ക്കുന്ന ഓരോ പാർട്ടി നിന്നിട്ട് ഈ കർഷകൻ ഇതിനെ കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ കർഷകന് ഇതിന് വില കിട്ടൂ. ഇത് കട്ട് ചെയ്യാനും കർഷകൻ്റെ വീട്ടിൽ വന്നൊരു ആൾ വന്ന് വാങ്ങിക്കുന്ന സാഹചര്യം കുറവാണ്. പിന്നെ അതിനിപ്പോൾ ഇടയ്ക്ക് നിന്നുകൊണ്ട് കോഴിക്കച്ചവടക്കാരും മറ്റുള്ളവരും കാട ഇവരുടെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിച്ച് കൊണ്ടിട്ട് അമിത വില അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ധൈര്യപൂർവ്വം ഒരാൾക്ക്, ഇപ്പം നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധൈര്യപൂർവ്വം ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു മേഖലയാണോ ഈ കാടവളർത്തൽ? ഒരിക്കലും നഷ്ടം വരത്തില്ല.
പിന്നെ മാർക്കറ്റ് റെഡിയാണെങ്കിൽ കാട വളർത്തൽ കൊണ്ട് യാതൊരു കാരണവശാലും നഷ്ടം വരത്തില്ല. ഈ ലക്ഷങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു സാധാരണക്കാരന് ഒരു 500 കാട വളർത്തുന്ന ഒരു കക്ഷിക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ശരാശരി 200 രൂപയെങ്കിലും എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ആ ആളിന് സ്വന്തം ലേബറായിട്ട് കണക്കൂട്ടിയാൽ പോലും 200 രൂപയിൽ കൂടുതൽ സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയും. വരാൻ അകപ്പെട്ടു പോകാവുന്ന ഒരു ചതി എന്താ? ചതി എന്ന് പറയുന്നത് ഇതിൽ മുട്ട വ്യാപാരമാണ്. അപ്പം നമ്മൾ 2 രൂപയ്ക്ക് ഒരു കടയിൽ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരാൾ വരുന്നു. ആ ആളിന് 500 മുട്ടയുണ്ടെങ്കിൽ അത് ചിലവാക്കാൻ വേണ്ടി ഈ കടക്കാരനോട് പറയുന്നത് ഞാൻ 1.80 തരാം. അപ്പോൾ 2 രൂപയ്ക്ക് നമ്മളൊരു മീഡിയം ലെവലിൽ നമ്മൾ കുളത്തി ലാഭം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ മറ്റൊരാൾ കൊണ്ടുവന്ന് ആ കടയിൽ 1.80 കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവിടുന്ന് ആ കടയിൽ നിന്ന് നമ്മൾ ഔട്ടാകുന്നു. വേറെ ഒരു മൂന്നാമതൊരു കടയെ കണ്ടെത്തുന്നാൽ വേറൊരു സ്ഥലത്ത് കണ്ടെത്തേണ്ട ഒരു സാഹചര്യം വരുന്നു. ആ കണ്ടെത്തുന്നതിന് വേണ്ടി പോകുന്ന ആ സമയമാണ് ഈ ആൾ ഡെസ്പറേറ്റായി ഈ വ്യാപാരത്തിൽ നിന്നും പുറന്നോട്ട് പോകുന്നത്. രോഗങ്ങൾ തീരെയില്ല എന്നതാണ് കാട വളർത്തലിൻ്റെ മേന്മ. അതുകൊണ്ട് തന്നെ ചിട്ടയായ വാക്സിനേഷനുകൾ കാടകൾക്ക് ബാധകമല്ല. എന്നാൽ ജീവകങ്ങളും കരൾ ഉത്തേജകങ്ങളുമൊക്കെ നിത്യേന വേണം. മുട്ടയിടാൻ തുടങ്ങുമ്പോഴേക്കും കാൽസ്യം ടോണിക്കുകൾ പ്രത്യേകം വേണം. മുട്ടയിടാൻ മാത്രം കാടകളെ വളർത്തുന്നിടത്ത് പെൺകാടകൾ മാത്രം മതി. ആൺകാടകളെ ആവശ്യമേയില്ല. ആൺകാടകളെയും പെൺകാടകളെയും തിരിച്ചറിയുവാനും ഉണ്ട് വഴി. 3 ആഴ്ച പ്രായമാകുമ്പോൾ കഴുത്തിലെയും നെഞ്ചിലെയും തൂവലുകളുടെ നിറവ്യത്യാസത്തിൽ നിന്നാണ് ആൺപെൺ കാടകളെ തിരിച്ചറിയുന്നത്. ആൺകാടകൾക്ക് ഈ ഭാഗത്ത് ചുവപ്പും തവിട്ടും കലർന്ന തൂവലുകളുണ്ടാവും. പെൺകാടകൾക്കാകട്ടെ പുള്ളികളടങ്ങിയ ടാൻ അഥവാ ചാര കലർന്ന തൂവലുകളാണ്. ആൺകാടകൾ പെൺകാടകളെക്കാൾ വലിപ്പം കുറഞ്ഞവരാകും. പ്രായപൂർത്തിയായ ആൺകാടകളുടെ വിസർജ്യാവയവത്തിനടുത്ത് വിരൽ കൊണ്ടമർത്തിയാൽ വെളുത്ത പദരൂപത്തിലുള്ള ദ്രാവകം ഊറി വന്നുകൊണ്ടിരിക്കും. കാടകൾക്ക് വ്യാവസായികമായി ഒരു പേരുണ്ടാക്കിയത് ജപ്പാൻകാരാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ജപ്പാനിലെ വ്യാവസായിക കാടകളായ ജാപ്പനീസ് കോയിൽ വളർത്തലിന് ഇപ്പോൾ യാതൊരുവിധ നിയന്ത്രണവുമില്ല. കർഷകർക്ക് കൂടുകെട്ടി യഥേഷ്ടം കാടകളെ വളർത്താവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഡീപ് ലിറ്റർ അഥവാ തറവിരി സമ്പ്രദായത്തിൽ കാട വളർത്തുന്നതാണ് ഏറെ ആദായകരമെന്ന് ഉണ്ണികൃഷ്ണനെ പോലെയുള്ള കർഷകർ തെളിയിച്ചു കഴിഞ്ഞു. ആദ്യകാലത്തൊക്കെ എനിക്ക് തോന്നുന്നത് ഈ കൂടുകളിലായിരുന്നു കാടയെ വളർത്തിയിരുന്നത്. ഇപ്പോൾ അത് മാറ്റി ഡീപ് ലിറ്ററിലേക്ക് തറവിരി വിരിച്ചിട്ട് കാടയെ വളർത്തുന്ന രീതിയിലേക്ക് വന്നു. ഇതിലേതാണ് കുറച്ച് ഭംഗിയായിട്ട് തോന്നുന്നത്? ഒരിക്കലും ഒരു പക്ഷി ഇരുമ്പ് കൂട്ടിനകത്ത് നിന്നുകൊണ്ട് ജീവിക്കാൻ അതിന് സ്വയമായി ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആവാസ വ്യവസ്ഥയിൽ തറയിൽ നിൽക്കുകയാണ് അവർക്ക് പ്രധാന ലക്ഷ്യം. അവർ വിശേഷിച്ച് കാടയൊന്നും കൂട് കൂട്ടി അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ മുകളിൽ ജീവിക്കുന്ന പക്ഷിയല്ല. അത് കരിയിലക്കിളികളുടെ കൂട്ടത്ത് കരിയിലയുടെ ഇടയ്ക്ക് ജീവിച്ച് കാട്ടിലും ആ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തറയിൽ വളരുന്ന ഒരു പക്ഷിയാണ്. അതിനെ തറയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് നമുക്ക് മുട്ട ഇടുന്നില്ലെന്ന് കുറേ ആളുകൾ പറയും. കേജിലിട്ടെങ്കിലേ മുട്ട ഇടത്തുള്ളൂ എന്ന് പറയും. പക്ഷേ ഇടുന്നതിനേക്കാൾ കൂടുതൽ മുട്ട താഴെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ ആരുടെയും ശല്യമില്ലാത്ത രീതിയിൽ വളർത്തിയാൽ മുട്ട അതിന് കിട്ടും. കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ ബ്രൂഡറും ചിക്കാടും ബൾബുമൊക്കെ കാടക്കുഞ്ഞുങ്ങൾക്കും തുടക്കത്തിലേ ആവശ്യമുണ്ട്. ഒരടി പൊക്കത്തിൽ ചിക്കാട് ക്രമീകരിക്കാം. 3 ആഴ്ച വരെ വൈദ്യുതി ബൾബിന്റെ താപം വേണം. കാടക്കുഞ്ഞുങ്ങളുടെ ബ്രൂഡറിൽ 200 മുതൽ 250 ചതുരശ്ര സെന്റിമീറ്റർ സ്ഥലമെങ്കിലും കാടക്കുഞ്ഞുങ്ങൾക്ക് വേണം. ആദ്യ 2 ആഴ്ച 24 മണിക്കൂറും വെളിച്ചം വേണം എന്നതിൽ പ്രത്യേകം ശ്രദ്ധ വേണം. തുടർന്ന് രാത്രി വെളിച്ചം മാത്രം മതിയാകും. വിൽപ്പനയ്ക്ക് 10 ദിവസം മുമ്പ് 8 മണിക്കൂർ വെളിച്ചവും 16 മണിക്കൂർ ഇരുട്ടും നൽകിയാൽ കാടകൾക്ക് ശരീരഭാരമേറുന്നതായി പല കർഷകരും ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഒരു സംരംഭമായി കാട വളർത്തലിനെ തെക്കൻ കേരളത്തിൽ കൊണ്ടുവന്നതിൽ ദേവി കോയിൽ ഫാമിന് പ്രത്യേക പങ്കുണ്ട്. അക്കാര്യത്തിൽ പ്രതിസന്ധികളുടെ കനൽ വഴികളിലൂടെ നടന്നുവന്ന നായകനാണ് ഉണ്ണികൃഷ്ണൻ. ദേവി കോയിൽ ഫാമിൽ ഒരു പ്രതിമാസം എത്രത്തോളം മുട്ട നൽകുന്നുണ്ട്? ഡെയിലി ഒരു 700-800 മുട്ട ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് നമുക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ ഞാൻ ഒരുപാട് കർഷകരെ വളർത്താൻ പ്രേരിപ്പിക്കുക അവർക്ക് കാടയും തീറ്റയും മറ്റുള്ള വസ്തുക്കളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അധികപ്പറ്റ് മുട്ട വരുന്ന മുട്ട ഞാൻ കൂടുതൽ കളക്ട് ചെയ്ത് ഞാൻ അവർക്ക് ആ വ്യവസായം നിലനിൽക്കത്തക്കതിലുള്ള ബിസിനസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എന്താ ഒരു ലക്ഷ്യം എന്താ ഇനി? ഇതിപ്പം ലക്ഷ്യമെന്ന് പറയുന്നത് തീറ്റ വില വർധനവിൽ ഓരോരുത്തരും പുറന്നോട്ട് പോവുക, അവരുടെ പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാതെ ഈ നഷ്ടത്തിലേക്ക് ആരും പോകുന്നില്ല.
പക്ഷേ ഇവർക്ക് വേണ്ടുന്ന ഒരു അഡ്വൈസ് കൊടുക്കാൻ സർക്കാർ തലത്തിൽ യാതൊരു അഡ്വൈസും ഇല്ല. സർക്കാരിൽ നിന്ന് കാടക്കുഞ്ഞിനെ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നെങ്കിലും അത് ഇപ്പോൾ കാടക്കുഞ്ഞിൻ്റെ വിതരണം ഇല്ലെന്ന് തന്നെ പറയാം. പിന്നെ സ്വകാര്യ ഫാമുകളാണ് ഉണ്ടായത്. സ്വകാര്യ ഫാമുകളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അവർ വാങ്ങിച്ചാൽ അവർക്ക് പിന്നെ ഒരു അസിസ്റ്റ് ചെയ്യാൻ തക്ക ഒരാളില്ല. പ്രത്യേകിച്ച് ആനിമൽ ഹസ്ബൻഡറിയിൽ പ്രത്യേകിച്ച് ഡോക്ടർമാർക്ക് ഇതിന് വേണ്ടുന്ന പ്രത്യേക ട്രെയിനിങ് ഗവൺമെൻറ് തലത്തിൽ കൊടുത്ത് അവരെ ഇതിന് പ്രാപ്തരാക്കി എടുക്കണം. അതാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ സംരംഭം ഇനിയിപ്പോൾ ഏത് രീതിയിൽ വികസിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്? നമ്മൾ വളർത്തുകാരെ കൊണ്ട് കൂടുതൽ എണ്ണത്തിന് വളർത്തിപ്പിക്കുക, അവർക്ക് മുട്ട വ്യാപാരം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ വേണ്ടുന്ന രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. പക്ഷേ ഈ നമ്മുടെ കൃഷിക്കാരെ സംബന്ധിച്ചോളം യോജിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് പ്രയാസം. നിങ്ങൾ വൈകുന്നേരത്ത് മാംസം ഭക്ഷിക്കും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടുകയും പ്രഭാതത്തിൽ മഞ്ഞുകണങ്ങൾ പാളയത്തെ പൊതിഞ്ഞു നിൽക്കുകയും ചെയ്തു. പുറപ്പാട് പുസ്തകത്തിലെ ഈ വരികൾ കാടകൾ അന്നമാണ് എന്നത് തെളിയിക്കുന്നു. കാടകൾ അന്നം മാത്രമല്ല ആശ്രയവുമാണെന്ന് ഉണ്ണികൃഷ്ണൻ എന്ന കർഷകനും തെളിയിക്കുന്നു. നേരം ഭാവുകങ്ങൾ. നമസ്കാരം. ഹരിതസുന്ദരം കാർഷിക മേഖലാ വാർത്തകളിലേക്ക് സ്വാഗതം. തൊഴിൽ സംരംഭത്തിന് അവസരമൊരുങ്ങുന്നു എന്ന നല്ല വാർത്തയാണ് ആദ്യം. കേരള സംസ്ഥാന സർക്കാർ സംരംഭമായ സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ അഥവാ കെപ്കോ ചിക്കനും അനുബന്ധ ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിച്ചുകൊണ്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. വ്യക്തിയുടെ വിശദമായ വിവരങ്ങളും ഏജൻസി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തിൻ്റെ വിവരങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട വിലാസം മാനേജിംഗ് ഡയറക്ടർ സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ പേട്ട തിരുവനന്തപുരം എന്നതാണ് വിലാസം. 9455000921 എന്ന ഫോൺ നമ്പറിൽ വിശദാംശങ്ങൾ ലഭിക്കും. ഔഷധ സസ്യങ്ങളുടെ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായി എന്ന അറിയിപ്പ് വരുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ എറണാകുളം ഓടക്കാലിയിലുള്ള ആരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ് റിസർച്ച് കേന്ദ്രത്തിലാണ് ഔഷധ സസ്യങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നത്. കൂവളം, അശോകം, ദന്തപ്പാല, ഇലഞ്ഞി, കുറുവ, രാമച്ചം, ശതാവരി എന്നിങ്ങനെ വിലപിടിപ്പുള്ള ആയുർവേദ ഔഷധ സസ്യങ്ങളുടെ തൈകൾ ഓടക്കാലിയിലുള്ള ഈ കേന്ദ്രത്തിൽ ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് 048456582221 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. വേനൽ നമ്മളെ ചുട്ടുപൊള്ളിക്കുമ്പോൾ ശ്രീകാര്യം കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും സ്വീകാര്യമായ ചില അറിയിപ്പുകൾ വരുന്നുണ്ട്. ചേന, കാച്ചിൽ തുടങ്ങിയ വിത്തുകൾ ഇപ്പോൾ നടാവുന്നതാണ്. അടുത്ത ഒരു വേനൽ മഴയോടുകൂടി തന്നെ ചേന, കാച്ചിൽ എന്നിവയുടെ വിത്തുകൾ നടാവുന്നതാണ്. നല്ല സമയമാണ് എന്നാണ് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മുഞ്ഞയുടെ ആക്രമണം വലുതായിരിക്കുന്നു എന്ന വാർത്തയാണ് ആലപ്പുഴയിൽ നിന്ന് വരുന്നത്. ആലപ്പുഴയിലെ മങ്കൊമ്പ് കീടനിരീക്ഷണ കേന്ദ്രമാണ് ഈ വാർത്ത അറിയിച്ചിരിക്കുന്നത്. വിതച്ച് 80 ദിവസമായ പാടങ്ങളിലാണ് മുഞ്ഞയുടെ ആക്രമണം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. രാസകീടനാശിനി ഉപയോഗിച്ച പല കർഷകർക്കും ഇതിൻ്റെ തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു. ചമ്പക്കുളം, എടത്വ, രാമങ്കരി, മുട്ടാർ, കൈനകരി, നെടുമുടി, നീലംപേരൂർ തുടങ്ങിയ കൃഷിഭവനുകളുടെ പരിധിയിലാണ് ഈ ആക്രമണം ശ്രദ്ധയിൽപ്പെട്ടത്. മുഞ്ഞയുടെ ആക്രമണം ഇനി ശ്രദ്ധയിൽപ്പെട്ടാൽ മങ്കൊമ്പ് കീടനിരീക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെടണമെന്ന് പ്രോജക്റ്റ് ഡയറക്ടർ അറിയിച്ചിരിക്കുന്നു.